വിദേശികൾ കൈയടക്കിയ നഗരഹൃദയം എന്നാണ് സൗദിയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള അറബി പത്രം ബത്ത നഗരത്തെ വിശേഷിപ്പിച്ചത്. ഇവിടെ വിൽക്കപ്പെടുന്ന വസ്തുക്കളിൽ മിക്കതും അനുകരണ രീതിയിൽ നിർമ്മിച്ചതും ഒറിജിനൽ അല്ലാത്തതുമാണ്. സൗദിയിൽ മൊബൈൽ സിം കാർഡ് ലഭിക്കാൻ തിരിച്ചറിയൽ കാർഡ് നൽകിയിരിക്കണം എന്ന് നിയമമുണ്ടെങ്കിലും ബത്ത വിപണിയിൽ ഇപ്പോഴും രജിസ്ട്രേഷനില്ലാത്ത സിം കാർഡുകൾ സുലഭമാണെന്ന് അറബി പത്രം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു. ഇടുങ്ങിയ ഇടവഴികൾ നഗരത്തിന്റെ സുരക്ഷയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതിനാലാണ് മുമ്പുണ്ടായ ഒന്നിലധികം തീപിടുത്തങ്ങളിൽ സിവിൽ ഡിഫൻസിനും അഗ്നിശമന വിഭാഗത്തിനും തീ പടർന്ന പ്രദേശത്ത് സമയത്തിനെത്താൻ കഴിയാതിരുന്നത്. പാരമ്പര്യ പുരാതന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ളതും നഗര പ്ലാനിങ്ങിന് ഇണങ്ങുന്നതുമായ കെട്ടിടങ്ങൾ പുതുക്കി പണിയേണ്ടതുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളിൽ ഭൂരിഭാഗവും തമ്പടിക്കുന്നത് പൊളിഞ്ഞു വീഴാറായ പുരാതന കെട്ടിടങ്ങളിലാണ്. നിയമവിരുദ്ധ തെരുവ് കച്ചവടത്തിനുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതും ഇത്തരം കെട്ടിടങ്ങളിൽ തന്നെ. നിയമവിരുദ്ധ വസ്തുക്കളുടെ വിൽപ്പന ബത്തയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വാരാന്ത്യ ദിനങ്ങളിലാണ്. അശ്ലീല ചിത്രങ്ങൾ, ലൈംഗിക ഉത്തേജക പച്ചമരുന്നുകൾ, അന്യരാജ്യത്ത് പ്രാദേശിക പ്രാധാന്യമുള്ള ഉപഭോഗ വസ്തുക്കൾ എന്നിവ വിൽപ്പന നടത്തുന്നതും വിദേശികളാണ്. ബത്ത കൈയടക്കിയ നിയമവിരുദ്ധരായ വിദേശികളിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുകാരും രണ്ടാം സ്ഥാനം ഇന്ത്യക്കാരുമാണ്. തദ്ദേശ ഭരണ വകുപ്പും റിയാദ് നഗരവികസന അതോറിറ്റിയും സംയുക്തമായി നടത്തിയ വികസന പദ്ധതികളും ആഭ്യന്തര തൊഴിൽ വാണിജ്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധനകളും ബത്തയുടെ മുഖം മാറ്റാൻ പര്യാപ്തമായിട്ടില്ലെന്നാണ് അറബ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. അസ്കർ പുള്ളിയിൽ, മീഡിയ 1, ജിദ്ദ.